നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS +2 ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 12 ആണ്. ഭരണ സംവിധാനത്തിൻ്റെ സ്ഥാപനങ്ങൾ. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദി കോമ്പോസിഷൻ ഓഫ് നോബിൾസ് ഡ്യൂറിങ് ദി ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റ് പീരീഡിലുള്ള പ്രഭുക്കന്മാരുടെ കോമ്പോസിഷൻ അല്ലെങ്കിൽ പ്രഭുക്കന്മാർ എങ്ങനെയാണ് ഒരു പ്രഭുവർഗം ഉണ്ടാകുന്നത് എന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം പ്രഭുവർഗം എന്ന് പറയുന്നത് രാജാവ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം പ്രഭുക്കന്മാർക്കാണുള്ളത്. പക്ഷേ ആ രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പല്ല. ആദ്യം പ്രഭു എന്ന് പറയുന്നത് ഒന്നുകിൽ രാജാവിൻ്റെ ഒരു അടിമയായിരിക്കും, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു പ്രഭുവിൻ്റെ അടിമയായിരിക്കും. ഈ അടിമ ജീവിതത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവർ പ്രഭു ആ ഒരു ജീവിതത്തിലേക്ക് എത്തുന്നത്. അടിമയായിരിക്കും, അടിമയിൽ നിന്നും അമീർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എത്തുന്നു, അതിൽ നിന്നും മാലിക് എന്ന് പറഞ്ഞൊരു പദവിയിലേക്ക് എത്തുന്നു, അതിൽ നിന്നും ഖാൻ എന്ന പദവിയിലേക്ക് എത്തുന്നു. ഇങ്ങനെയുള്ള ഓരോ പദവികൾക്കും ശേഷമാണ് അയാൾ എന്താണ് സെക്കൻഡ് സ്ഥാനത്തിലുള്ള പ്രഭുവർഗത്തിലേക്ക് എത്തുന്നത്. ഇതാണ് പ്രഭുവർഗത്തിൻ്റെ അല്ലെങ്കിൽ നോബിൾസിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഡൽഹി സുൽത്താനേറ്റ് ഏത് രാജവംശത്തിൻ്റെ പീരീഡിലായാലും ശരി പ്രഭുക്കന്മാരാണ് ആ ഭരണകാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. പ്രഭുക്കന്മാരാണ് രാജാവിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറേ അവകാശങ്ങൾ പ്രഭുക്കന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രാജാക്കന്മാർ പ്രഭുക്കന്മാരെ അന്നത്തെ കാലഘട്ടത്തിൽ ഭയപ്പെട്ടിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? കാരണം ഈ പ്രഭുക്കന്മാർ എന്തെങ്കിലും ചെയ്ത് രാജാവിനെ ഒന്നുകിൽ കൊന്നുകളയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മാറ്റിവെക്കുകയോ അങ്ങനെ പ്രഭുക്കന്മാരെ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ എന്താണ് അലാവുദ്ദീൻ ഖിൽജിയുടെയും തുഗ്ലക്കിൻ്റെയും കാലഘട്ടം വന്നപ്പോൾ ഇവരെന്താണ് പ്രഭുക്കന്മാർക്കുള്ള അധികാരങ്ങൾ തീർത്തും അങ്ങ് കുറച്ചു. പ്രഭുക്കന്മാർ ഈ രാജഭരണം കാര്യത്തിൽ എന്തെങ്കിലും സജഷൻസ് കൊടുക്കാൻ പോകുമ്പോൾ പറയും, നിങ്ങൾ പ്രഭുവാണ്, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, ഭരണകാര്യം ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ആർക്കുണ്ടായിരുന്നു? ഖിൽജിയുടെയും തുഗ്ലക്കിൻ്റെയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതാണ് പ്രഭുവർഗത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് മെൻഷൻ ദി ഫാക്ടോറിയൽ ഓഫ് വിസാറൈ ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിലെ വിസാറിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വിസാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസാർ ഓർ വാസിർ എന്നൊക്കെ പറയും. നമ്മുടെ ഭരണവ്യവസ്ഥയുടെ തലവനാണ്. ഇദ്ദേഹമാണ് സൈന്യത്തിൻ്റെ നേതാവ്. 14-ാം നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടം വരെ ഇവർ റവന്യൂ ഉദ്യോഗസ്ഥനായിട്ടൊക്കെ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്ത് ഖ്വാജ് ഖാൻ എന്ന് പറയുന്ന ആളായിരുന്നു പ്രധാനപ്പെട്ട ഒരു വസീർ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വസീറിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വസീർ എന്ന് പറയുന്നത് ഒരു പ്രമുഖ വ്യക്തിയാണ്. അദ്ദേഹമാണ് സൈന്യത്തിൻ്റെ നേതാവ്. മാത്രമല്ല ഇദ്ദേഹത്തിന് 14-ാമത്തെ നൂറ്റാണ്ട് വരെ റവന്യൂ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലും ഇദ്ദേഹത്തിന് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്ത് ഖ്വാജഹാൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ വസീർ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം ഡൽഹി സുൽത്താനേറ്റിലെ കാലഘട്ടത്തിലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു. അപ്പം ഡൽഹി സുൽത്താനേറ്റ് ആ ഒരു രാജഭരണകാലത്ത് രാജ്യത്തെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ പല മേഖലകളിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരെ ആയിട്ട് നിയമിക്കുകയാണ് ചെയ്തത്. ഇതിനെ നമ്മൾ അങ്ങനെ നിയമിക്കുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ എന്തെന്ന് പറയുന്നു? മുക്തികൾ എന്ന് പറയുന്നു കേട്ടോ. ഓരോ മുക്തികളാക്കി നിയമിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവരാണ് ആ ഓരോ പ്രദേശത്തിലെ നികുതിയും കാര്യങ്ങളും പിരിക്കുക, നികുതി പിരിച്ചെടുത്ത് രാജാവിന് കൊടുക്കുക, സൈന്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? ഈ മുക്തികൾ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രവശ്യകളെ ശിഖകളായിട്ടും ശിഖകളെ പർഗാനകളായിട്ടും അങ്ങനെ ഡിഫറെൻറ്റ് ഫോമിലാണ് എന്ത് ചെയ്തത്? രാജ്യത്തെ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ആളുകളുടെ കയ്യിലും ഓരോ പോർഷൻസാണ് ഏൽപ്പിച്ചു കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ട്? നല്ല രീതിയിൽ രാജഭരണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സുൽത്താൻ എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാമപ്രദേശങ്ങളിലേക്ക് എടുക്കാന്നുണ്ടെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലെ തലവൻ ആരായിരിക്കും? നമ്മുടെ ഗ്രാമപതി അല്ലെങ്കിൽ ഗ്രാമപ്രമാണി അങ്ങനെയുള്ള ആളുകളായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ നമ്മൾ പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമുക്ക് അടുത്ത് നോക്കാം ഡിസ്കസ് ദി ഫങ്ഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ മുഗൾസ്. മുഗൾ കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റംസ് എങ്ങനെയായിരുന്നു? അപ്പോൾ നമ്മൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അവസാനം 1926 ആയപ്പോൾ പാനിപ്പത്ത് യുദ്ധത്തോട് കൂടിയിട്ട് ഡൽഹി സുൽത്താനേറ്റിൻ്റെ മുഴുവൻ ആര് പിടിച്ചെടുത്തു? നമ്മുടെ ബാബർ പിടിച്ചെടുത്തിട്ട് മുഗൾ രാജവംശം എന്ന് പറഞ്ഞൊരു രാജവംശം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. മുഗൾ രാജവംശം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മുഗൾ രാജവംശത്തിന് ആദ്യം കേന്ദ്രഭരണം, അത് കഴിഞ്ഞ് പ്രവശ്യമായിട്ട് തരംതിരിച്ച് പ്രവശ്യ ഭരണം, അത് കഴിഞ്ഞ് പ്രാദേശിക ഭരണം എന്നിങ്ങനെ 3 രീതിയിലാണ് അവർ ഭരണത്തെ തരംതിരിച്ചിട്ടുള്ളത്. കേന്ദ്രഭരണത്തിൻ്റെ ഫുൾ അതോറിറ്റി ആരുടെ കയ്യിലായിരുന്നു? നമ്മുടെ ചക്രവർത്തി ആയിട്ടുള്ള സുൽത്താൻ്റെ കയ്യിലായിരുന്നു.
അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് വക്കീൽ. വക്കീൽ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഭരണത്തലവനായിരുന്നു, പ്രധാനമന്ത്രി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ദിവാൻ. ദിവാൻ എന്ന് പറയുന്നത് അടുത്തൊരു ഉദ്യോഗസ്ഥനാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? നമ്മുടെ ദിവാൻ ആയിരിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മിർഭാക്ഷി. മിർഭാക്ഷി എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ. മിർഭാക്ഷി എന്ന് പറയുന്നത് സൈനിക വകുപ്പിൻ്റെയൊക്കെ തലവനും ഒക്കെയാണ് ഈ മിർഭാഷി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മിർസാമാർ. മിർസാമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജകീയ വസതികളിലൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടെത്തിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയും മേൽനോട്ടം വഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് മിൻസാമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് നോക്കാം മുഖ്യഘാസി. മുഖ്യഘാസി എന്ന് വെച്ചാൽ ഒരു ഭരണകാര്യത്തിലെ ഒരു തലവനായിരുന്നു. ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കാര്യക്ഷമമായിട്ടുള്ള ഭരണകാര്യങ്ങളൊക്കെ വഹിക്കുക തുടങ്ങിയതാണ് മുഖ്യാസിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഈ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ 2 മാർക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഏരിയകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം എന്താണ് ജാഗിർദാരി സിസ്റ്റം, അതേപോലെ മൻസബ്ദാരി സിസ്റ്റം. ജാഗിർദാരി സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്കറിയാം പട്ടാളക്കാർക്ക് ശമ്പളത്തിന് പകരം ഭൂമി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇവർ ചെയ്ത ജോലിക്ക് പകരമായിട്ട് ഇവർക്ക് എന്താണ് ഭൂമി അസൈൻ ചെയ്ത് കൊടുക്കും. മൻസബ്ദാരി എന്ന് പറയുന്നത് ഒരു പദവിയാണ്. അതായത് നമ്മുടെ അവിടെയുള്ള ഉദ്യോഗസ്ഥർ പദവി നിർണ്ണയിക്കുന്നത് തൻ്റെ കയ്യിലുള്ള കുതിരകളുടെ എണ്ണത്തിലും ആളുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലും ഭൂമിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവരുടെ പദവികൾ നിർണ്ണയിക്കുന്നത്. ഇതിനെയാണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി. ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ ഒന്നും ഇരിക്കത്തില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ റിലവൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കുക. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.